ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിന്റെ റിവ്യൂ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഐക്കാർട്ടിലും അതുപോലെ പിൻ കമന്റായിട്ടും കൊടുത്തേക്കാട്ടോ. ബാക്കി വിശേഷങ്ങൾ നോക്കാം. ശ്രുതിയുടെ വീട്ടിലേക്ക് എത്തുകയാണല്ലോ. സച്ചിയും രേവതിയും ശ്രുതിയും കൂടി ചേർന്നിട്ട് അവരടുത്ത് ഇരിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് നേരെ ശ്രുതിക്ക് അരികിലേക്കാണ് ചെല്ലുന്നത്. അവര് ഒന്നും അറിഞ്ഞിട്ട് വന്ന പോലെ തോന്നുന്നില്ല. മോളെ ശ്രുതി ചായയാണോ കാപ്പിയാണോ കുടിക്കുക എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ. അമ്മേ ഇപ്പൊ അതാണോ പ്രധാനം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അല്ല, അവൻ ആദ്യമായിട്ടല്ലേ ഇവിടേക്ക് കയറി വരുന്നത്, എന്താന്ന് വെച്ചാൽ നീ പറയുന്നുള്ള കാര്യം പറയുന്നുണ്ട്. അമ്മേ അതൊക്കെ പിന്നെ അമ്മ ആദ്യം അവരെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാനുള്ള വഴി നോക്കുക എന്നുള്ള കാര്യം പറയണേ. ശരി എന്ന് പറഞ്ഞിട്ട് വെള്ളം കൊണ്ടുപോയിട്ട് ശ്രുതിക്ക് കൊടുക്കുന്നുണ്ട്. ശ്രുതി അത് വേണ്ടാന്ന് പറയാണ്. അമ്മ ഇങ്ങോട്ട് തന്നേന്ന് പറഞ്ഞിട്ട് സച്ചി ഇത് മേടിച്ച് കുടിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ആദ്യം നേരെ ശ്രുതിക്ക് അരികിലേക്ക് ചെന്നിട്ട് പേരെന്താന്ന് ആദ്യം ചോദിക്കുന്നുണ്ട്. അപ്പൊ സുധീന്ദ്രൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ പ്ലെയിൻ ഉണ്ടോ? എൻ്റെ കയ്യിൽ പ്ലെയിനും ഒക്കെ ഉണ്ട്. എനിക്ക് എൻ്റെ ആന്റി മേടിച്ചു തന്നാന്നുള്ള കാര്യം പറയണേ. അച്ഛമ്മേ ആന്റി എവിടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, ആന്റി എന്ന് പറയുന്നത് നിങ്ങളുടെ മകളെ കുറിച്ചിട്ടാണോ? അവരിവിടെ വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇവര് അകത്തുനിന്ന് സംസാരിക്കുന്നത് പുറത്ത് നിൽക്കുന്ന ശ്രുതിക്ക് നന്നായിട്ട് കേൾക്കാട്ടോ. ശ്രുതി ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുവാണേ. അപ്പോഴേക്കും വിമല എങ്ങനെയെങ്കിലും പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇല്ല, എന്റെ മകളെ കുറിച്ചിട്ടല്ല, ഞങ്ങളുടെ സ്വന്തക്കാരൊരാളുണ്ടായിരുന്നു, അവളെ കുറിച്ചിട്ടാണ് അവൻ പറഞ്ഞത്. അപ്പോഴേക്കും ആദ്യം പറയുന്നുണ്ട്, അല്ല കല്യാണി ആന്റിയെ കുറിച്ചിട്ടാണെന്ന്. ആദ്യയുടെ സംസാരം കേൾക്കുമ്പോഴേക്കും എങ്ങനെയെങ്കിലും അവനെ അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ. ആദ്യം ഇങ്ങോട്ട് വാ, നീ വെറുതെ അവരെ കൺഫ്യൂഷൻ ആക്കാതെ. അപ്പോഴേക്കും തുടർന്ന് ആദ്യം പറയുന്നുണ്ട്, ഇവരെ ഞാൻ റോഡിൽ വെച്ചിട്ട് കണ്ടാണ്, ഞാൻ ഇങ്ങോട്ട് ഇവരെ കൂട്ടിക്കൊണ്ടുവരാ ചെയ്തതെന്നുള്ള കാര്യമാണ്. ഞാൻ എന്തായാലും ഒരു ചായ എടുക്കുക എന്നുള്ള കാര്യം പറഞ്ഞു പോകുമ്പോൾ വേണ്ട അമ്മേ, ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പോകണം. ഇവിടെ നിങ്ങൾ എന്താ വന്നത്? ആരെങ്കിലും അറിയുന്നവരുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയുന്നവരൊന്നുമല്ല, പക്ഷെ ഒരു ഫ്രോഡിനെ തേടി വന്നതാന്നുള്ള കാര്യം പറയാണ് കേട്ടോ സച്ചി. അപ്പോഴേക്കും ശ്രുതി ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. വെറുതെ ശ്രുതിയെ കുറിച്ച് ഓരോന്ന് പറയരുത് എന്നുള്ള കാര്യം പറയുമ്പോൾ പറയാണ്ടും മിണ്ടാണ്ടും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫ്രോഡ് എന്നല്ലാണ്ട് അവൻ എന്താ വിളിക്കേണ്ടത്? അപ്പോഴേക്കും രേവതി സച്ചിയുടെ മിണ്ടാതിരിക്കുന്നു പറഞ്ഞിട്ട് അടക്കുവാണ്. എന്താ രേവതി, വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യം വിമല ചോദിക്കുമ്പോൾ വീട്ടിൽ ചെറിയൊരു പ്രശ്നം, ശ്രുതിയുടെ വൈഫ് ദേഷ്യപ്പെട്ട് പോയി. അന്ന് നിങ്ങൾ വീട്ടിൽ വന്ന സമയത്ത് കണ്ടിട്ടില്ലായിരുന്നു എന്ന് ചോദിക്കണേ. മനസ്സിലായി. എങ്ങോട്ടാ പോയെന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് എങ്ങോട്ടാ പോയെന്ന് അറിയില്ല, അതുകൂടെ നാട് മുഴുവൻ ഞങ്ങൾ ചുറ്റുമാണ്. തുടർന്ന് വിമല ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ അവളെ തേടിയിട്ട് എന്തിനാ ഈ നാട്ടിലേക്ക് വന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അവള് പാർലർ നടത്തുകയാണ്. അവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ പറഞ്ഞു പാർലറിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഈ ഇങ്ങോട്ടുള്ള ബസ്സിനെ കുറിച്ചിട്ട് അവൾ അന്വേഷിച്ചിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇത് നിങ്ങളുടെ നാടാണല്ലോ എന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുന്നുള്ള കാര്യം വിചാരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ട് അന്വേഷിച്ച് പോകാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നത്. അവളുടെ പേര് ശ്രുതി എന്നാണ്. ഈ നാട്ടിൽ അവൾക്ക് അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? ഈ നാട്ടിൽ ആ പേരിൽ നിങ്ങൾ അറിയുന്ന ഏതെങ്കിലും പെൺകുട്ടികളുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് സച്ചി. ഇല്ല, അങ്ങനെ ഒരു കുട്ടിയെ എനിക്ക് അറിയില്ല എന്ന് പറയാണ്. ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ അവളെ കണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ അയ്യോ എനിക്ക് അത്ര പരിചയമില്ല, ഒരു തവണയല്ലേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോഴേക്കും ശ്രുതി വേഗം ശ്രുതിയുടെ ഫോട്ടോ എടുത്ത് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഫോട്ടോ നോക്കിയിട്ട് ഈ നാട്ടിൽ എവിടെയെങ്കിലും വന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ശ്രുതി ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വിമല ഇല്ല, ഞാൻ ഇങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല എന്ന് പറയണേ. അതിൻ്റെ ഇടയ്ക്ക് ആദ്യം പറയുന്നുണ്ട്, ഫോട്ടോ ഞാനും കൂടി നോക്കട്ടെ എന്നുള്ള കാര്യം. നിനക്ക് ആദ്യം ഒന്നും അറിയില്ല, നീ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞിട്ട് വിമല അടക്കുവാണേ. അല്ല അമ്മേ, ഈ നാട്ടിലേക്കാണ് അവൾ ബസ് അന്വേഷിച്ചത്, അപ്പോൾ ഇങ്ങോട്ട് തന്നെ ആയിരിക്കില്ലേ വന്നിട്ടുണ്ടാവുക? അങ്ങനെ പറയാൻ പറ്റുമോ മോളെ? ബസ്സിൽ വരുന്ന സമയത്ത് നിറയെ നാടുകളില്ലേ, അവിടെ ഏതെങ്കിലും സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് എങ്ങനെ അറിയാൻ വേണ്ടി പറ്റും? ഇവിടെ മലേഷ്യ ഫാമിലീസ് ആരെങ്കിലും ഉണ്ടോ? അവരുടെ നാട്ടിൽ അറിയുന്ന ആരെങ്കിലും ഒക്കെ അറിയോ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല, എനിക്ക് അങ്ങനെയുള്ള ആരും അറിയില്ല എന്ന് വിമല പറയുകയാണെ. അപ്പോൾ ഈ വഴി അടഞ്ഞടാ, ഇനി നീ മലേഷ്യക്ക് തന്നെ പോണ്ടി വരുമെന്ന് പറയുമ്പോഴേക്കും ശ്രുതി കരയാണ് കേട്ടോ. കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ശ്രുതി എന്ന് പറയുന്ന ഒരാളെ എന്റെ ലൈഫിലേക്ക് വന്നത് എന്റെ ഭാഗ്യമാണ്. എന്നാൽ അവളെ ഞാൻ കൈവിട്ട് കളഞ്ഞല്ലോ. ഞാൻ ജീവിതത്തിൽ വലിയൊരു തെറ്റ് ചെയ്തു. അവളടുത്ത് ഒരിക്കലും കള്ളം പറയാൻ പാടില്ലായിരുന്നു. അവൾ എവിടെ പോയി എന്ത് സംഭവിച്ചു ഒന്നും എനിക്കറിയില്ല. ഇതൊക്കെ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ ശ്രുതി കരയുന്നത് കാണുമ്പോൾ വിമല പറയുന്നുണ്ട്, നിങ്ങളെ കരയാതിരിക്കൂ എന്നുള്ള കാര്യം. ഞാൻ ഒരിക്കലും ശ്രുതിയുടെ അടുത്ത് കള്ളം പറയാൻ പാടില്ലായിരുന്നു. ശ്രുതി എനിക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നെ ഒരു പെൺകുട്ടി കബളിപ്പിച്ച് പോയതാണ്. അതിനുശേഷം എന്റെ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചതാണ്. എന്നാൽ എന്റെ ജീവിതത്തിലേക്ക് വെളിച്ചം തരുന്നത് പോലെയാണ് ശ്രുതി എന്റെ ലൈഫിലേക്ക് വന്നത്. ഇതെല്ലാം ശ്രുതി അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. എന്റെ ലൈഫിൽ സന്തോഷം തന്നത് ശ്രുതിയാണ്. എന്നേക്കാൾ കൂടുതൽ എന്റെ ലൈഫിൽ വിശ്വാസം വെച്ചതും അവൾ തന്നെയാണ്. ഞങ്ങൾ നന്നായിട്ടിരിക്കണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ഈ ലോകത്ത് എന്റെ അമ്മ മാത്രമാണ്. എന്നാൽ അമ്മയേക്കാൾ കൂടുതൽ എന്റെ കാര്യത്തിൽ കെയർ എടുത്തത് ശ്രുതിയാണ്. എന്റെ അമ്മ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എനിക്ക് സ്നേഹമുള്ളത് അവളോടാണ്. അപ്പോഴേക്കും ആദ്യം ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്തിനാ ഈ അങ്കിള് കരയുന്നതെന്ന്. ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വിമല ആദ്യനെ ആശ്വസിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ശ്രുതി പറയുന്നുണ്ട്, കല്യാണത്തിന് മുമ്പ് എന്റെ ജോലി പോയപ്പോഴും എനിക്ക്
എനിക്ക് ഇഷ്ടപ്പെടുന്ന ജോലി കിട്ടും എന്ന് പറഞ്ഞിട്ട് ആശ്വസിപ്പിച്ചതും അവൾ തന്നെയാണ്. എനിക്ക് ജോലി ഇല്ല എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൾ എന്നെ കല്യാണം കഴിച്ചത്. അത്രയ്ക്ക് അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്. അവളുടെ അടുത്ത് ഞാൻ കള്ളം പറഞ്ഞു. അവളുടെ മനസ്സ് എന്തോരം വേദനിച്ചിട്ടുണ്ടാകും. അവളെ ഞാൻ ഒരിക്കലും വിഷമിപ്പിക്കാൻ പാടില്ലായിരുന്നു. അവളുടെ അടുത്ത് ഞാൻ എപ്പോഴും സത്യസന്ധനായിട്ട് നിൽക്കണമായിരുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ വിമലയ്ക്കും കരച്ചിൽ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കണ്ണു തുടക്കുകയാണ്. ശ്രുതി ഇല്ലാതെ എനിക്ക് ഇനിയൊരു ജീവിതമില്ല. ഇത്രയും നാള് ജോലിയെ കുറിച്ചിട്ട് ഞാൻ അന്വേഷിക്കാൻ അത്ര സീരിയസ്നെസ് ഒന്നും കാണിച്ചില്ല. പക്ഷേ ഇപ്പോ ശ്രുതി എന്നെ വിട്ടിട്ട് പോയി. ഞാൻ ഇതൊന്നും നടക്കുന്നു മനസ്സിൽ പോലും വിചാരിച്ചില്ല. ഒരു ഭർത്താവ് എങ്ങനെയാണോ ആവാൻ വേണ്ടി പാടില്ലാത്തത് അതുപോലെയൊക്കെ ആയി ഞാൻ. ഇപ്പോ അവൾ എന്റെ കൂടെ ഇല്ലാത്ത ഓരോ നിമിഷവും ഈ ലോകം തന്നെ എന്നെ കൈവിടിഞ്ഞ പോലെ തോന്നുന്നത്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ശ്രുതി എനിക്ക് എല്ലാമായിരുന്നു എന്നുള്ള കാര്യം. പക്ഷെ ഞാനത് മനസ്സിലാക്കാണ്ട് പോയി. അവൾക്ക് എൻ്റെ മേൽ ഒരുപാട് വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസം മൊത്തത്തിൽ ഞാൻ ഉടച്ചു കളഞ്ഞു. അവളെ കിട്ടാതെ ഞാൻ വീട്ടിലേക്ക് പോകില്ല. എന്നാൽ എവിടെ പോയിട്ട് അവളെ തപ്പണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. എങ്ങനെയും എനിക്ക് ശ്രുതിയെ കാണണം. ഞാൻ ചെയ്ത തെറ്റിന് അവളുടെ കാലിൽ വീണിട്ട് എനിക്ക് മാപ്പ് ചോദിക്കും. അവൾ എനിക്ക് എന്ത് ശിക്ഷ തന്നാലും ഞാനത് സ്വീകരിക്കും. അവൾ എന്നോട് എന്ത് ജോലിക്ക് പോകാൻ വേണ്ടി പറഞ്ഞാലും ഞാൻ ഇനി പോകും. എന്റെ പഠിപ്പും ഗൗരവവും ഒന്നും എനിക്ക് പ്രധാനമല്ല. എന്റെ ശ്രുതി എന്റെ കൂടെ ഇരുന്നാൽ മാത്രം മതി. അവൾ എവിടെയാണെന്നുണ്ടെങ്കിലും ഞാൻ അവളെ തേടി പോവും. പക്ഷെ അവൾ എവിടെയുള്ളതെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഭയങ്കര കരച്ചിലാണ്. ഇത് കേട്ടിട്ട് പുറത്തുനിന്ന് ശ്രുതിയും കരയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതി കരയുന്നത് കാണുമ്പോൾ നമ്മുടെ ആദിക്ക് ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട് കേട്ടോ. ആദി ചെന്നിട്ട് ശ്രുതിയുടെ അടുത്ത് അങ്കിൾ കരയരുത്, ആരെങ്കിലും അങ്കിളിനെ അടിച്ചോ, സാരമില്ല കരയാണ്ടിരിക്കും അങ്കിൾ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോഴേക്ക് സച്ചി വയ്ക്കുന്നുണ്ട്, ഇവൻ എന്തിനാ ഈ കിടന്ന് ഇങ്ങനെ കരയുന്നത്, ഇതൊക്കെ സത്യം തന്നെയാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സച്ചിയേട്ടനൊന്നും മിണ്ടാതിരിക്കുക എന്നുള്ള കാര്യമാണ് കേട്ടോ രേവതി പറയുന്നത്. അപ്പോഴേക്കും വിമല ചെന്നിട്ട് ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്, ശ്രുതി മോനെ കരയല്ലേ, നിങ്ങളുടെ നല്ല മനസ്സ് നിങ്ങളുടെ ഭാര്യയ്ക്ക് എന്തായാലും മനസ്സിലാകും. അതുകൊണ്ട് അവർ തിരിച്ചു വരിക തന്നെ ചെയ്യും. ഇപ്പോൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വിമല അടുക്കളേൻ്റെ ആ ഭാഗത്തേക്ക് നോക്കുന്നുണ്ടേ. അവള് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരികെ വരും. ആ വിശ്വാസത്തിലിരിക്കെ ഇനിയും നിങ്ങൾക്ക് പോകാനുണ്ടാവുമല്ലോ, എവിടെയെങ്കിലും അന്വേഷിക്കണ്ടേ, നിങ്ങൾ പോവായിരിക്കില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതേ അമ്മേ ഞങ്ങൾ 3-4 ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു നോക്കട്ടെ എന്ന് പറയുകയാണേ. അങ്ങനെ സച്ചിവ് രേവതി അവിടെ നിന്ന് പോയി കഴിഞ്ഞതിന് ശേഷം വിശ്വാസത്തോട് കൂടിയിട്ട് ഇരിക്കുക. അവൾ എന്തായാലും തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ ആശ്വസിപ്പിച്ചിട്ടാണ് കേട്ടോ വിമല അവിടെ നിന്ന് വിടുന്നത്. അവർ പോയി കഴിഞ്ഞതിന് ശേഷം ശ്രുതി പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ ഈ രേവതി എന്നെ ഒറ്റ കൊടുക്കാൻ വേണ്ടി വന്നതെന്നുള്ള കാര്യം പറയുമ്പോൾ നിർത്തടി, ചുമ്മാ എപ്പോൾ നോക്കി കഴിഞ്ഞാലും അവരെ ഓരോ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നു. നീ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ശ്രുതിയാണ് എന്തോ തെറ്റ് ചെയ്തത് എന്നുള്ള കാര്യം. അവനൊരു പാവാണെന്നുള്ള കാര്യം പറയുന്ന സമയത്ത് അമ്മേ അവര് എൻ്റെ അടുത്ത് കള്ളം പറഞ്ഞു. ലോകത്ത് ആരാണ് തെറ്റ് ചെയ്യാത്തത്? നീ ചെയ്ത തെറ്റിന് മുമ്പ് ഒന്നും അല്ല. ഞാൻ നിന്നെ കുത്തി നോവിക്കാന്നുള്ള കാര്യം വിചാരിച്ചാലും കുഴപ്പമില്ല. നിനക്ക് നല്ലൊരു ജീവിതം കിട്ടിയിട്ടും നീ അവന്റെ കൂടെ ജീവിക്കാതെ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്തിനാ? അമ്മേ ശ്രുതി എന്നെ കബളിപ്പിച്ചു എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് അതുകൊണ്ട് അവൻ അത്രയും വിഷമിച്ച് സങ്കടത്തോടു കൂടി സംസാരിക്കുന്ന കേട്ടില്ലേ? നോക്ക് കല്യാണി, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് തേടി കണ്ടുപിടിച്ച ജീവിതം തെറ്റായി പോയി. എന്നാ നീയായിട്ടൊരു ജീവിതം കണ്ടുപിടിച്ചു, അത് നിനക്ക് നല്ലതാണ്. നിന്നെ അവന് ജീവനാണ്. നിന്നെ കാണുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ആ കുടുംബം മൊത്തം ഇങ്ങോട്ട് വന്നത് കണ്ടില്ലേ? ഇങ്ങനെ ഒരു കുടുംബത്തിലെ ബന്ധം ആർക്കും കിട്ടില്ല. നിനക്ക് അത് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നീ അത് കൊണ്ടുപോയി തോലക്കരുത്. അമ്മേ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് വിട്ടുവീഴ്ച ചെയ്തു എന്നുള്ള കാര്യം പറയുമ്പോൾ ഇനിയും വിട്ടുവീഴ്ച ചെയ്യുക, അതിൽ തെറ്റൊന്നുമില്ല. ശ്രുതി പറയുന്നത് നീയും കേട്ടതല്ലേ, അവന്റെ അമ്മ കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് നിന്റെ മേലാണ് ജീവൻ എന്നുള്ള കാര്യം പറയുന്നത്. ഇങ്ങനൊരു പയ്യനെ കിട്ടാൻ വേണ്ടിയിട്ട് നീ ഭാഗ്യം ചെയ്യണം. നീയാണ് ആ കുടുംബത്തിലെ മൂത്ത മരുമകള്. നിന്റെ അമ്മായിമ്മ കഴിഞ്ഞു കഴിഞ്ഞാല് നിനക്കാണ് ആ കുടുംബത്തെ മുന്നോട്ട് നയിക്കാനുള്ള അധികാരം. ആ നീ തന്നെ ഇങ്ങോട്ട് ഇറങ്ങി പോന്നാ എങ്ങനെ ശരിയാവുക? ഒരു കാര്യം മനസ്സിലാക്കിക്കോ, എപ്പോഴാണെങ്കിലും നീ മറച്ചു വെച്ചിരിക്കുന്ന സത്യങ്ങളൊക്കെ പുറത്തു വരിക തന്നെ ചെയ്യും. അത് വരുമ്പോ വരട്ടെ. അതുവരെ നിനക്ക് കിട്ടിയ ജീവിതം നീ സന്തോഷമായിട്ട് മുന്നോട്ട് പോകണം. അമ്മേ എനിക്ക് എന്താ ചെയ്യേണ്ടെന്നുള്ള കാര്യം അറിയില്ല. വീണ്ടും എൻ്റെ അടുത്ത് ശ്രുതി കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് ഒരിക്കലും സഹിക്കാൻ വേണ്ടി പറ്റില്ല. ഞാൻ അമ്മേ ഇനിയും ഇവിടെ തന്നെ അമ്മയുടെയും ആദിയുടെ കൂടെ നിൽക്കുക എന്നുള്ള കാര്യം പറയുമ്പോൾ ഇപ്പൊ പുതിയതായിട്ട് നിനക്ക് എന്താ ഒരു സ്നേഹം വരല്? ഇങ്ങോട്ട് നോക്ക്, നീ കള്ളം പറഞ്ഞ് കല്യാണം കഴിച്ച സമയത്ത് എനിക്കത് അത്ര ശരിയായിട്ട് തോന്നിയില്ല. എന്നാ ഇപ്പൊ ഞാൻ പറയാം, നിനക്ക് കിട്ടിയിരിക്കുന്ന നല്ലൊരു ജീവിതമാണ്. അത് നീ ആദ്യം നന്നായിട്ട് ജീവിക്കാൻ നോക്ക്. ഞങ്ങളെ കുറിച്ച് ഓർത്തിട്ട് നീ ഒന്നും സങ്കടപ്പെടേണ്ട കാര്യമില്ല. എന്റെ ജീവൻ പോകുന്നത് വരെ എന്റെ പേരക്കുട്ടിയെ ഞാൻ നന്നായിട്ട് നോക്കും. നിനക്ക് അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ എന്തായാലും നിന്റെ ജീവിതം നന്നായിട്ട് ജീവിച്ചാൽ മതി. നിങ്ങളുടെ കല്യാണത്തിന് എനിക്ക് ആശീർവാദം നൽകാനൊന്നും പറ്റിയില്ല. പക്ഷേ ഇന്ന് മുതൽ നിങ്ങളുടെ പുതിയ ജീവിതം ആരംഭിക്കുകയാണെന്ന് വിചാരിച്ചിട്ട് നിന്റെ ഭർത്താവിന്റെ കൂടെ നീ സന്തോഷമായിട്ട് ജീവിക്കാനുള്ള വഴി നോക്ക്. അത് കഴിഞ്ഞിട്ട് സച്ചിയും രേവതി അതുപോലെ ശ്രുതിയും കൂടി കുറെ ആൾക്കാരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഇവിടെ ആർക്കും ശ്രുതിയെ കുറിച്ച് ഒരു വിവരം അറിയില്ലല്ലോ എന്ന് രേവതി പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവാം. അതെങ്ങനെ സച്ചിയേട്ടാ ശരിയാവുക? ശ്രുതിയും കൊണ്ടിട്ട് വീട്ടിലേക്ക് വരാൻ പാടുള്ളൂ എന്നുള്ള കാര്യം അച്ഛൻ പറഞ്ഞില്ലേ? ഇനി ഇതിൽ കൂടുതൽ എവിടെ തപ്പാനാ? നാട് വിട്ട് വേറൊരു നാട്ടിൽ വന്നു. ഇനിയിപ്പോൾ എന്താ മലേഷ്യയിലേക്ക് തന്നെ പോണോ? കാറിന് പോയാൽ മതിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ സച്ചി രേവതിയുടെ അടുത്ത്. അത് കഴിഞ്ഞ് രേവതി ഫ്രണ്ട്സിൻ്റെ ആരുടെടുത്തെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയുമെന്ന് ചോദിക്കുമ്പോൾ എല്ലാ ഫ്രണ്ട്സിനെ ഞങ്ങൾ വിളിച്ചു നോക്കി, പക്ഷെ അവിടെ ഒന്നും ചെന്നിട്ടില്ല എന്നുള്ള കാര്യം ശ്രുതി പറയാണ്.
ഇത് കേൾക്കുമ്പോൾ സച്ചി മനസ്സിലായോ ഇപ്പോൾ ഒരു കാര്യം, ആരും അവളെ തേടി വരരുതെന്ന് കരുതിയിട്ടാണ് അവൾ പ്ലാൻ ചെയ്ത് പോയ യാത്രയാണിത്. എന്തായാലും ഇതിൽ കൂടുതൽ തെരഞ്ഞിട്ട് കാര്യമൊന്നുണ്ടെന്ന് തോന്നുന്നില്ല. അല്ലടാ, എങ്ങനെയാടാ എല്ലാ പെണ്ണുങ്ങളും നിന്നെ വിട്ടു പോകുന്നത്? ഒരു പെണ്ണിനെ നീ സ്നേഹിച്ചു, അവള് നിന്റെ കാശും കൊണ്ടിട്ട് ഓടിപ്പോയി. ഇപ്പോ നീ തന്നെ ഒരു പെണ്ണിനെ ഓടിച്ചു വിട്ടു. നീയും ഒരു പെണ്ണുമായിട്ട് സെറ്റ് ആവില്ലടാ. മിണ്ടാതെ ഒരു ഭാഗത്തിരിക്കുന്നതാ നിനക്ക് നല്ലത്. പോകുന്ന വഴിയിൽ വേണമെങ്കിൽ രുദ്രാക്ഷമാല മേടിച്ചു തരാം, എന്നിട്ട് കാശിക്ക് ടിക്കറ്റ് എടുത്തുതരാം, നീ അവിടെ പോയിട്ട് ഇരുന്നു എന്നുള്ള കാര്യം പറയണേ. അപ്പോഴേക്ക് രേവതി ചോദിക്കുന്നുണ്ട്, എവിടെ എന്താ പറയേണ്ടെന്നുള്ള കാര്യം സച്ചിന് അറിയില്ലേ? ഇവൻ ഇതിനും ഭേദം സാമ്യം വല്ലവരും ആവുന്നതാ നല്ലതെന്ന് സച്ചി പറയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നല്ല സാമ്യമായിട്ട് നിന്ന് കഴിഞ്ഞാൽ നിനക്ക് വേഗം തന്നെ അച്ഛൻ്റെ കാശ് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും, 6 മാസത്തിനുള്ളിൽ. അതാ നിനക്ക് പറ്റിയ ജോലി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും സച്ചിയുടെ അടുത്ത് പോയിട്ട് കാറിൽ കയറാൻ വേണ്ടി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് രേവതി ശ്രുതിയുടെ അടുത്ത് പറയുന്നത്, ശ്രുതി ദേഷ്യം തടയുന്ന സമയത്ത് വീട്ടിലേക്ക് തന്നെ തിരികെ വരും, വാ നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതിയും ചെന്ന് കാറിൽ കയറുകയാണ്. അത് കഴിഞ്ഞ് തിരിച്ച് അവർ വീട്ടിലെത്തേണ്ട ശേഷമാണ് കാണിക്കുന്നത്. ചന്ദ്രമതിക്ക് അരികിലേക്ക് ചെന്നിട്ട്, അമ്മ അവൾ എവിടെ പോയെന്ന് അറിയില്ല, ഇതാണെന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങോട്ടൊന്നും പറയാൻ വേണ്ടി സമ്മതിക്കാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഇവൻ കാരനാണെന്നുള്ള കാര്യം പറഞ്ഞിട്ട് സച്ചിയും കുറ്റപ്പെടുത്തുന്നുണ്ട്. അത് ശരിയാ, ഇപ്പൊ എല്ലാ കുറ്റവും എന്റെ തലയിലിട്ടോ. നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എന്റെ ഓട്ടോ ഒക്കെ ഓടിച്ച് അതൊക്കെ വിട്ട് എന്റെ സ്വന്തം കാശിന് പെട്രോൾ അടിച്ച് നിന്റെ കൂടെ വന്നിട്ട് ഇപ്പോൾ നീ എന്നെ കുറ്റം പറയുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എല്ലാം ഇവൻ കാരണം തന്നെയാണ് സംഭവിച്ചത്. അത് ശരിയാണ്, നീ നിന്റെ ഭാര്യയെ കബളിപ്പിച്ചിട്ട് പാർക്ക് മുഴുവൻ ചുറ്റി കറങ്ങിയിട്ട് ഇപ്പം ഞങ്ങളെ കുറ്റം പറയാണല്ലേ? നിനക്ക് വേണ്ടി വന്ന ഞങ്ങളെ പറയണം, വണ്ടീന്റെ കാശ് കൊണ്ടടാ, പൈസ എടുക്കടാന്ന് പറയണേ സച്ചി. എപ്പൊ നോക്കിയാലും നിനക്ക് കാശ് ഒറ്റ ചിന്തയുള്ളൂ എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോൾ ആർക്ക്? എനിക്കല്ലടാ. അപ്പോഴേക്ക് രവി മിണ്ടാതിരിക്കാൻ വേണ്ടി സച്ചിയുടെ അടുത്ത് പറയുമ്പോൾ അച്ഛൻ അവൻ പറയുന്നത് കേട്ടില്ലേ? അച്ഛന്റെ കാശ് എടുത്ത് ഓടിപ്പോയിട്ട് നാട് മുഴുവൻ ചുറ്റി വന്നിട്ട് കല്യാണം കഴിച്ച് സ്വന്തം ഭാര്യയെ വരെ കബളിപ്പിച്ച് അവളുടെ കയ്യിൽ നിന്ന് പാശം കഴിച്ചും അവൻ പോയിട്ട് ഇപ്പൊ എന്നെ കുറ്റം പറയാണോ? നിന്നെ പോലെ ഒരുത്തന്റെ കൂടെ ജീവിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നിന്റെ ഭാര്യ നിന്നെ വിട്ടിട്ട് എങ്ങോട്ടോ പോയത്. നിന്നെ പോലത്തെ ഒരു ഫ്രോഡിന്റെ കൂടെ ആരാടാ ജീവിക്കുക എന്നുള്ള കാര്യം ശ്രുതിയുടെ അടുത്ത് ചോദിക്കുമ്പോഴേക്കും മതി നിർത്തുക എന്ന് പറഞ്ഞിട്ട് ശ്രുതി പുറത്തേക്ക് വരികയാണ് കേട്ടോ. ശ്രുതിയെ കാണുന്ന സമയത്ത് ശ്രുതി ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ശ്രുതി അങ്ങ് മാറ്റി നിർത്താണ്. ശ്രുതി, നീ എവിടെ പോയതായിരുന്നു? നിന്നെ എവിടെയൊക്കെ ഞാൻ തെരഞ്ഞു എന്നുള്ള കാര്യം അറിയോ? അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, അവൾ അപ്പം തന്നെ തിരിച്ചു വന്നു. അത് പറയുന്നതിന് മുമ്പാണ് ഇവിടെ കിടന്ന് ചാടി കളിച്ചത്. ശ്രുതി, നീ തിരിച്ചു വരില്ല എന്നാണ് ഞാൻ വിചാരിച്ചതെന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോൾ, നീ ചെയ്ത പണിക്ക് ഞാൻ ശരിക്കും തിരിച്ചു വരാൻ പാടില്ലായിരുന്നു, പക്ഷേ എന്ത് ചെയ്യാനാ, നിങ്ങളല്ലാതെ എനിക്ക് മറ്റാരോ ഉള്ളത്? ഇത് കേൾക്കുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇവിടെ ഇരുന്നിട്ടാണല്ലേ ഞങ്ങൾ നാട് മുഴുവൻ ഓടിച്ചത്? എടാ, നീയല്ലേ പറഞ്ഞ ഞാൻ കാരണമാണ് കാണാതെ പോയതെന്നുള്ള കാര്യം? ഇപ്പൊ അവള് തന്നെ തിരിച്ചു വന്നത് കണ്ടില്ലേ? ഇതിനവൻ വലിയ സീനൊക്കെ ഉണ്ടാക്കി ഇപ്പൊ നീ എന്താടാ പറയുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, സച്ചി മതി, ഇനി ഇതിൽ കൂടുതലായിട്ട് എന്റെ ഭർത്താവിനെ കുറിച്ച് ഒരു അക്ഷരം പോലും ആരും പറയണ്ടെന്ന് പറയുമ്പോൾ അവൻ നിന്നെ കബളിപ്പിച്ചില്ലെന്ന് ചോദിക്കണേ, അത് ഞങ്ങളുടെ പ്രശ്നം, അത് ഞങ്ങൾ നോക്കിക്കോളാം, അത് നിങ്ങളാരും ചോദ്യം ചെയ്യേണ്ടെന്ന് ശ്രുതി പറയുമ്പോൾ അതെങ്ങനെ ശരിയാക്കും? നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ മാത്രമല്ലല്ലോ, വീട്ടിലുള്ള എല്ലാവരും അല്ലേ കബളിപ്പിച്ചിരിക്കുന്നത്, അപ്പൊ ചോദ്യം ചെയ്യുന്നതിന്റെ എന്താ ചെയ്യേണ്ടത്? അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, എരുതിയിൽ നീ എണ്ണ ഒഴിക്കേണ്ട എന്നുള്ള കാര്യം കേട്ടോ രേവതിയുടെ അടുത്ത്. അത് കഴിഞ്ഞ് ശ്രുതി വന്നിട്ട് രവിന്റെ അടുത്ത് പറയുന്നുണ്ട്, അങ്കിൾ ഇനി ശ്രുതിയെ കുറിച്ചിട്ട് ഈ വീട്ടിൽ ആദ്യം ചോദ്യം ചെയ്യാൻ പാടില്ല, നിങ്ങൾ ചോദിച്ചോളൂ, അതിന് അങ്കിളിന് റൈറ്റ് ഉണ്ട്, കാരണം നിങ്ങളുടെ മകനാണ്. അതുമാത്രമല്ല, പിന്നെ അങ്കിളാണെങ്കിൽ ആരുടെയും മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ ചോദിക്കത്തൂല്ല, ഒന്നും മറ്റുള്ളവരെ മാതിരി കളിയാക്കി ചിരിക്കത്തുമില്ല. അങ്കിളും ആന്റി അല്ലാതെ ശ്രുതിയെ മറ്റാരും ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും വർഷ വന്നിട്ട്, യു ആർ റൈറ്റ് ശ്രുതി ചേച്ചി, നിങ്ങളുടെ രണ്ടുപേരുടെയും പേഴ്സണൽ കാര്യം മറ്റുള്ളവരെല്ലാരും കൂടി ചേർന്നിട്ട് എന്തിനാ സംസാരിക്കുന്നത്? എന്ത് പേഴ്സണൽ? നീ സംസാരിക്കരുത് എന്നുള്ള കാര്യം വർഷയുടെ അടുത്ത് പറയുമ്പോഴേക്കും ശ്രീകാന്ത്, അവളും ഈ വീട്ടിലെ ഒരാളാണ്, അവൾ എന്തുകൊണ്ട് സംസാരിച്ചുകൂടാ? അങ്ങനെ സച്ചി ഇനിയും ഇതുപോലെ തന്നെ ശ്രുതിയെ കളിയാക്കുന്ന രീതിയിൽ ചോദ്യം ചെയ്യുക അതൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ വീട്ടിൽ നിൽക്കില്ല, ഇറങ്ങി പോകും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ശ്രുതി പറയുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് രവി സച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട്, സ്വന്തം ഭർത്താവിനെ കുറിച്ചിട്ട് മറ്റുള്ളവർ കളിയാക്കി സംസാരിക്കുന്നത് ഒരു ഭാര്യയ്ക്ക് സഹിക്കാൻ വേണ്ടി പറ്റില്ല, അതുകൊണ്ട് തന്നെ നീ ശ്രുതിയെ ഇനി ഒരിക്കലും കളിയാക്കുകയോ അവനെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് രവി പറയണേ. അതെ അച്ഛൻ പറയുന്നത് ശരി തന്നെയാണ്, ഞാൻ എന്തായാലും ഈ പൗഡർ എടുത്തിയുടെ ഭർത്താവിനെ കുറിച്ചിട്ട് ഇനി ഒന്നും പറയില്ല. എന്നാ എന്റെ കൂടെ പിറന്ന ഏട്ടൻ എന്ന് പറയുന്ന ഒരുത്തനുണ്ടല്ലോ, അവൻ തെറ്റ് ചെയ്ത് ഞാൻ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. കണ്ടില്ല അവൻ എന്ത് വർത്താന പറയുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചന്ദ്രമതി പറയുമ്പോൾ സച്ചി, ഇനിയെങ്കിലും ഞാൻ പറയുന്ന ഒന്ന് കേൾക്കെന്ന് പറയണേ. തുടർന്ന് ശ്രുതി, ഇനിയെങ്കിലും നീ എല്ലാവരുടെ അടുത്തും കള്ളം പറയാതെ നല്ല രീതിയിൽ നല്ലൊരു ജോലി കണ്ടെത്താൻ വേണ്ടി നോക്കുക എന്ന് പറയുന്നുണ്ട്. ശരി അച്ഛ എന്ന് പറയണം. അത് കഴിഞ്ഞ് ശ്രുതിയുടെ അടുത്ത്, എന്ത് പ്രശ്നമാണെന്നുണ്ടെങ്കിലും നീ എൻ്റെ അടുത്ത് വന്ന് പറ മോളെ, നമുക്ക് സംസാരിച്ച് ശരിയാക്കാം. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രമതിയുടെ അടുത്ത് സച്ചി പറയുന്നുണ്ട് കേട്ടോ, നിങ്ങളുടെ മകനെ തലയിലേറ്റിക്കൊണ്ട് നടക്കുന്നുണ്ടല്ലോ, അവൻ ഇതല്ല ഇതിന് വലുത് ചെയ്യും, നിങ്ങളെ തന്നെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ്, വലുത് വരുമ്പോഴേ നിങ്ങൾ പഠിക്കുള്ളൂ എന്നുള്ള കാര്യം പറയുമ്പോൾ അതൊക്കെ ഞാൻ നോക്കിക്കോടാന്ന് ചന്ദ്രമതി പറയുന്നുണ്ട്. അപ്പോഴേക്കും രേവതി, അച്ഛൻ പറഞ്ഞത് സച്ചിയേട്ടൻ കേട്ടില്ല, ഒന്നും പറയണ്ട എന്നുള്ള കാര്യം, വാ എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോവാണേ. എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം ചന്ദ്രമതിയുടെ അടുത്ത്
രവി പറയുന്നുണ്ട്, ഇങ്ങനെ നീ ഒളിച്ചു വെച്ചിട്ട് കൊണ്ടു നടക്കുന്ന രഹസ്യം അവസാനം ഒരു ഭൂകമ്പം പോലെ വരും. ഇത് നിനക്കൊരു പാഠമാണ്, ഇനിയെങ്കിലും നീ മനസ്സിലാക്കിക്കോ എന്ന് പറയാണ്. ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ. താങ്ക്